ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇൻസൈറ്റ് സ്പോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മളിന്ന് വന്നേക്കുന്നത് പുതിയൊരു ടൂൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണം. കഴിഞ്ഞിട്ട് അവസാനം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടൂളിനെ പറ്റിയിട്ട് വല്ല വീഡിയോ ഒക്കെ ചെയ്യണം തോന്നുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊന്ന് റിസർച്ചൊക്കെ ചെയ്തിട്ടൊരു വീഡിയോ അതിനെപ്പറ്റി ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കുമെന്ന് എനിക്ക് ഭയങ്കര ഉറപ്പുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് മെറ്റയുടെ സൂപ്പർ കൂളായിട്ടുള്ള ഒരു ടൂളിനെ പറ്റിയാണ്. ഇപ്പോൾ മെറ്റ ഉണ്ടാക്കിയിട്ടുള്ള സെഗ്മെൻറ്റ് എനിത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂളാണിത്. അപ്പോൾ എന്താണ് സെഗ്മെൻറ്റ് എനിത്തിങ് എന്ന് പറഞ്ഞാൽ ഒരു മോഡലാണ്. അപ്പോൾ നമുക്കൊരു ഫോട്ടോയോ വീഡിയോ ഏത് വേണമെങ്കിലും അപ്ലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് ഇമേജിനെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈസി ആയിട്ട്. ഫോട്ടോഷോപ്പിൽ ഇത് സെലക്ഷനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ, പക്ഷേ ഫോട്ടോഷോപ്പിൽ കുറച്ചും കൂടി സമയമെടുക്കും. ഇതാകുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാം ഓട്ടോമാറ്റിക്കായിട്ട് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒബ്ജക്റ്റിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തോ സാധനം കട്ടാക്കിയിട്ട് എടുക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈ മോഡലിനെ എല്ലാത്തിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഹ്യൂമൻസ് ആയിക്കോട്ടെ, പെറ്റ്സ് ആയിക്കോട്ടെ, കാർസ് ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇമേജിൽ നിന്ന് എന്തിനു വേണമെങ്കിലും അത് ഐഡൻറ്റിഫൈ ചെയ്യും. അതുപോലെ ഭയങ്കര സ്പീഡാണ്, ആക്യുറേറ്റാണ്, പിന്നെ ഇത് ഓപ്പൺ സോഴ്സാണ്. പിന്നെ കറൻ്റ്ലി ഇപ്പോൾ ഇതൊരു ടെസ്റ്റിംഗ് ഫേസ് പോലത്തെ ഒരു ഫേസിലാണ്, പക്ഷേ സ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്ത് നമ്മുടെ ഇമേജ് അപ്ലോഡ് ചെയ്യാനും അതിനകത്ത് നിന്ന് ഇഷ്ടമുള്ള ഫോട്ടോസ് കട്ട് ചെയ്തെടുക്കാനും ഒക്കെ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ segmentenything.com എന്ന ഒരു സൈറ്റിൽ പോവുകയാണ്. അതാണ് മെറ്റയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, ഈ സെഗ്മെൻറ്റ് എനിത്തിങ്ങിൻ്റെ. അപ്പോൾ നമുക്കിവിടെ ഹോമെന്നും ഡെമോ, ഡാറ്റ സെറ്റ്, ബ്ലോഗ്, അങ്ങനെ പേപ്പർ അതൊക്കെ കാണാം. ഇതിനകത്ത് അവർ ഡെമോ ഒക്കെ കാണിക്കുന്നുണ്ട് കുറേ. ഈ ഡെമോ പേജിൽ തന്നെ, ഹോം പേജിൽ തന്നെ ഒരുപാട് ഡെമോസൊക്കെ കാണിക്കുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത്. വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ പോലെ എല്ലാം ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്. നമുക്കൊരു ഡെമോ ഒന്ന് പോയി നോക്കാം. നമുക്കൊരു ഡെമോ നോക്കി നോക്കാം. അപ്പോൾ നമ്മളോട് ഒരു റിസർച്ച് ഡെമോ ആണ്, കൊമേഴ്ഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യരുതെന്നുള്ളൊരു ഒരു ഡിസ്ക്ലെയിമർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളത് അഗ്രി ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് ഇമേജസ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഓൾറെഡി ഉള്ളത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടമുള്ള ഇമേജസ് ആദ്യം അപ്ലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ഒരു സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു പേജ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അങ്ങനെ ഹോവർ ചെയ്യാനുള്ളത്, ബോക്സ്, എവറിത്തിങ്, കട്ട് ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഹോവർ ചെയ്യാനുള്ള സംഭവത്തിൻ്റെ മുകളിലാണ് സെലക്ഷൻ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മളവിടെ എവിടെയെങ്കിലും പോകുമ്പോൾ കണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് അത് സെലക്ഷൻ ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ തവളയുടെ ലെഗാണ് വേണമെങ്കിൽ ലെഗിൻ്റെ മുകളിൽ തൊടുമ്പോൾ ആവുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ മുകളിലാണ് വേണമെങ്കിൽ, അതുപോലെ ഈ സ്നെയിൽ മാത്രമാണ് വേണമെങ്കിൽ സ്നെയിലിൻ്റെ മുഖത്ത് മാത്രം തൊടാം. അതുപോലെ ഇതിന് വേണമെങ്കിൽ ഇതിൻ്റെ തല മാത്രം കട്ട് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടാണ് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ബോക്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. നമുക്കൊരു ബോക്സ് വരച്ചിട്ട് ആ ബോക്സിനകത്തുള്ള എല്ലാത്തിനും സെലക്ട് ചെയ്യാം. ഇപ്പോൾ കണ്ടോ ഇതിനകത്ത് ഈ ഫുൾ ഇമേജിനെ സെലക്ട് ചെയ്തു നമ്മൾ. അതുപോലെ എവറിത്തിങ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇതിനകത്തുള്ള എല്ലാ ഇമേജസിനെയും നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ സെലക്ഷൻ വന്നു. അതുപോലെ നമ്മളിപ്പോൾ ഇതിപ്പോൾ എനിക്ക് തവളേനെ മാത്രം മതി. ഈ തവളേനെ മാത്രം ഞാൻ തവള എന്ന് സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഈ സംഭവത്തെ സെലക്ട് ചെയ്തിട്ട് ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാം എവിടെ വേണമെങ്കിലും. നമുക്ക് ഈ ഡോട്ട്സ് കണ്ടോ, ഗ്രീൻ ഡോട്ട്സ് ആഡ് ചെയ്യാനും റെഡ് ഡോട്ട് നമുക്ക് റിമൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. റിമൂവ് ഏരിയ ഉണ്ട്, ഇതുണ്ട്. അതുപോലെ ഇപ്പോൾ ബോക്സിനകത്താണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇവിടെ മാത്രം ബോക്സ് വരച്ചെടുത്താൽ ഇങ്ങനെ സെലക്ട് ചെയ്യാം. അപ്പോൾ എന്നിട്ട് ഈ ഇമേജ് ഇങ്ങനെ നമുക്ക് അപ്പോഴും നമുക്ക് വേണമെങ്കിൽ സെലക്ഷൻ വീണ്ടും വർക്ക് ചെയ്യിപ്പിക്കാം. ചെറിയ ചെറിയ സെലക്ഷൻ ബോക്സസുകളായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഇമേജിൽ നിന്ന് നമുക്ക് നമ്മുടെ
ആവശ്യമുള്ള ഇമേജിനെ നമുക്ക് എങ്ങനെ സേവ് ചെയ്തെടുക്കാം എന്ന് ആലോചിക്കാം. അപ്പോൾ ഞാൻ ഈ ഇമേജ് സെലക്ട് ചെയ്തിരുന്നത് നമുക്ക് ഹോവർ ആൻഡ് ക്ലിക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ബോക്സ് സെലക്ട് ചെയ്യാം. ഏതെങ്കിലും സെലക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ ഇമേജസിനെ മൊത്തം സെലക്ട് ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ ഈ ആനിമൽസിനെ മാത്രമാണ് വേണ്ടത്. ഇപ്പോൾ ഹോവർ ആൻഡ് ക്ലിക്ക് എടുത്തിട്ട് എനിക്കിപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് സെലക്ട് ചെയ്ത് ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇപ്പോൾ ഒരു സെറ്റിന് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ട് ചെയ്തു. നമുക്കതിനെ സേവ് ചെയ്യണമെങ്കിൽ നമ്മുടെ കട്ട് ഔട്ട് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ. അപ്പോൾ നമ്മൾ ഈ കട്ട് ഔട്ട് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ നമ്മൾ വെറുതെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കട്ട് ഔട്ട്സിനകത്ത് ഇതിപ്പോൾ ഞാൻ മുന്നേ കട്ട് ചെയ്ത് വെച്ച ഇമേജസ് ആണ് അതൊക്കെ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഇമേജ് ഒന്ന് കട്ട് ചെയ്തതിന് നമുക്ക് സേവ് ഇമേജസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഇമേജിനെ മാത്രം ഇങ്ങനെ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ കണ്ടോ, ആ ഒരു ഇമേജിനെ മാത്രമായിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഇമേജ് ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. ഇനി നമുക്ക് ഇതേപോലെ ഹോവർ മാസ്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഇമേജസ് നമുക്ക് ഇതിൽ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ മൾട്ടി മാസ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ. നമ്മൾ ഈ മൾട്ടി മാസ്ക് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഈ പോർഷനിൽ എവിടെയെങ്കിലും ഒരു ഇമേജിൻ്റെ ഒരു പോർഷൻ, ഇപ്പോൾ ഞാൻ ഈ വോളിൻ്റെ അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണിക്കും. നമുക്ക് മൾട്ടിപ്പിളായിട്ട് എവിടെയൊക്കെ മാസ്കിങ് ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളത് കാണിച്ചു തരും, കണ്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ വോളിൻ്റെ ഈ സാധനം മാത്രം മാസ്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ രണ്ടെണ്ണം മാസ്ക് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കാണിച്ചു തരും എവിടെയൊക്കെ മാസ്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൾട്ടി മാസ്ക് ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് എവിടെയൊക്കെ മാസ്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിച്ചു തരും. അതൊരു ഓപ്ഷനാണ്. പിന്നെ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ വെബ് ബ്രൗസറിൽ വർക്ക് ചെയ്യുന്ന ഈ ഇപ്പോൾ സെഗ്മെൻറ്റ് എനിത്തിങ് എന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ വെബ് ബ്രൗസറിലാണ് റൺ ചെയ്യിക്കുന്നത്. അപ്പോൾ നമുക്കതിന് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ പൈത്തൺ ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വർക്ക് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ അത് വേണമെങ്കിൽ ChatGPT എടുത്ത് ഹൗ ടു ഇൻസ്റ്റാൾ സാം ഓൺ മൈ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പൈത്തൺ സ്ക്രിപ്റ്റും നമ്മുടെ കമാൻഡ്സും ഒക്കെ കാണിച്ചു തരും. എന്തൊക്കെ ചെയ്യണം നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതൊക്കെ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇമേജസൊക്കെ പൈത്തൺ വഴി അപ്ലോഡ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ ഞാനത് ബ്രൗസർ വേ അന്ന് കാണിച്ചു എന്നുള്ളൂ. അതുപോലെ നമുക്ക് എവറിത്തിങ് എല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ എവറിത്തിങ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള മാസ്കിങ് ഓപ്ഷൻസ് ആയിട്ടുള്ള എല്ലാത്തിനും അത് കട്ട് ചെയ്തെടുക്കും. കട്ട് ഔട്ട് ഓൾ ഒബ്ജക്ട്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കട്ട് ഔട്ട്സിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഇതിനകത്തുള്ള എല്ലാ ഒബ്ജക്ട്സിനെയും അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, കണ്ടോ. എന്ത്ര ഈസിയാന്ന് നോക്കിയേ. നമുക്ക് ഈസി ആയിട്ട് മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പ് പറഞ്ഞിട്ടേ. ഹോവർ ആൻഡ് ക്ലിക്ക് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്കത് ഗ്രീൻ ആവും, കണ്ടോ. നമുക്കത് സെലക്ട് ചെയ്യാം. ഇനി റൈറ്റ് ബട്ടനാണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് അൺസെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ റിമൂവ് ഏരിയ ആഡ് മാസ്ക് എന്ന് പോയി സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് മൗസ് ക്ലിക്ക് തന്നെ അത് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ സെഗ്മെൻറ്റ് എനിത്തിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ബ്ലോഗ് പോസ്റ്റ് എന്ന് പറഞ്ഞ ആ പേജിലേക്കാണ് പോയിരിക്കുന്നത്, നമ്മുടെ മറ്റേ ടൂളിൻ്റെ പേജിൽ നിന്ന്. അപ്പോൾ അതിനകത്ത് നമുക്ക് അവരെ വരാൻ പോകുന്ന അപ്ലിക്കേഷൻസും, ഇപ്പം മെറ്റയാണല്ലോ, മെറ്റ അപ്പോൾ അവരെ പുതിയ വിഷൻ ഹെഡ്ഫോണുകളിലൊക്കെ യൂസ് ചെയ്യാൻ പോകുന്ന ടെക്നോളജിയാണ്. അപ്പോൾ അവർ എന്തൊക്കെ ഈ സെഗ്മെൻറ്റ് എനിത്തിങ് യൂസ് ചെയ്തിട്ട് എന്തൊക്കെ ആപ്ലിക്കേഷൻസ് അവർ പ്ലാൻ ചെയ്യുന്നതെന്നുള്ളതൊക്കെ നമുക്ക് ഈ പേജിനകത്ത് കാണാം. അപ്പോൾ ഇതൊക്കെ കണ്ടോ, അവരുടെ ഹെഡ്സെറ്റുകളിനകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ എന്തെല്ലാം ചെയ്യുന്നു, എങ്ങനെയാണ് അതിൻ്റെ മോഡൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ വായിച്ച് നോക്കാവുന്നതാണ്. അതുപോലെ അവരെ ഡാറ്റ സെറ്റുകളെ പറ്റിയിട്ടും, അതുപോലെ എന്തെല്ലാം കണ്ടു വാട്ട് ലൈസ് എഹെഡ്, അപ്പോൾ എന്തെല്ലാം അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഇൻ ഫ്യൂച്ചർ. സാം കുഡ് ബി യൂസ് ടു ഐഡൻറ്റിഫൈ എവരിഡേ ഐറ്റംസ് വേ AR ഗ്ലാസസ്, കണ്ടോ. ഇങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പ്ലാനുകളുണ്ട് ഇതെല്ലാം ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇതാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. അത് നമ്മുടെ സെഗ്മെൻറ്റ് ഇതിനകത്ത് ബ്ലോഗ് എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഈ ടൂൾ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.